പൊതുവേ കട്ടിയുള്ള ഇഞ്ചി എടുത്താൽ ചുക്കുണ്ടാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവും ഉണങ്ങാൻ. അപ്പം നല്ല ചെറുതും മെലിഞ്ഞതായിട്ടുള്ള ഇഞ്ചി എടുക്കുക. പിന്നെ ചുണ്ണാമ്പാണ് ഇപ്പോൾ കാലത്ത് കിട്ടാൻ ബുദ്ധിമുട്ട്. നമ്മുടെ കുമ്മായം നമ്മൾ അരിപ്പയിൽ കുറച്ച് അരിച്ചെടുത്താൽ മതി. അത് കല്ലിൽ വെച്ച് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അലക്കണ കല്ലും വെച്ച് ഉരച്ചെടുത്തേക്കുന്നതാണ് ഓരോ അത്ര മുഴുവൻ ഫുള്ളും പോണ്ട. ഇനി നമ്മളിത് ചുണ്ണാമ്പാക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ നേരത്തെ അരിച്ചെടുത്ത കുമ്മായത്തിൽ കുറച്ച് എന്നിട്ട് ഇത് അതിലിട്ടാണ്ട് ഇളക്കാം. അത് തന്നെ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നല്ല വെയിലത്ത് ഇടണം. വലിയ തടിയുള്ള ഇഞ്ചി എടുത്താൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാകും. അതാണ് ഒരു പ്രശ്നം. അല്ലാണ്ട് വേറെ ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് ഈ വെയിലത്തേക്ക് നമുക്ക് എല്ലാത്തുമ്മേ നന്നായിട്ട് പെരണ്ടിട്ടുണ്ട്. ഇനി നല്ല വെയിലത്തിട്ടുണ്ട് ഉണക്കണം. ഇതിലിപ്പോൾ അധികം നാടൻ ഇഞ്ചി ഉണ്ട്. നല്ല വണ്ണം കുറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മുടെ നാടൻ ഇഞ്ചിയാണ് ചുക്കുണക്കാൻ വണ്ണം കുറഞ്ഞത്. ഒരു പറഞ്ഞല്ലേ വല്ലാണ്ട് നീട്ടി പിടിച്ചെന്നും പറയുന്നത് കൊള്ളൂല്ല. അതെ, ചുക്കാണ് ഈ കിടക്കുന്നത്. ഉണ്ട്, ഇത് കുടപ്പുളി ഉണക്കാനിട്ട് എന്താണ് ഇതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വെളുത്തിട്ടതാണ് നമ്മൾ. ഇത് നല്ലോണം ഉണക്കാകുമ്പോൾ ഒടിയണം. ഇങ്ങനെ ഒടിയുമ്പോൾ ചതയണല്ലേ ഉള്ളൂ, ഒടിയണം. 2 ആഴ്ച ഉണക്കിയ ഇഞ്ചിയാണിത്. പക്ഷെ ഇത് ഇരിക്കുന്നത് ഇങ്ങനെ മെലിഞ്ഞിട്ടാണ് ഇരിക്കുക. നമ്മുടെ വീട്ടിൽ ഉണക്കണ ഇഞ്ചിയാവുമ്പോൾ ഈ കടയിൽ എങ്ങനെയാണ് അത് ഉരുണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.